ഫ്രൈഡ് ചിക്കൻ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത്ര കാലം നമ്മൾ ഹോട്ടലിലും റെസ്റ്റോറൻറ്റൊക്കെ പോയിട്ട് പൈസ കൊടുത്തു. ഇനി ഇതാ 1 കിലോ ചിക്കൻ കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാം. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നതൊന്നും ഒക്കെ നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇതിന് നമുക്ക് തൊലിയോട് കൂടി സ്കിന്നുള്ള ചിക്കനാണ് വേണ്ടത്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഇതിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിത് അവിടെ നോർമൽ ആയിട്ടുള്ള ചിക്കൻ അത്യാവശ്യം വലിയ വലിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറച്ച് വിനാഗിരിയും ഉപ്പൊക്കെ തിരുമ്പി പിടിപ്പിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാലാണ് കേട്ടോ വേണ്ടത്. പാലൊക്കെ അധികം നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പാക്കറ്റ് കൊണ്ടുവരാം. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സുർക്ക വിനാഗിരി ചേർക്കാം. അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് കേട്ടോ. നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കുകയാണ്. ഇതിൽ നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കുമ്പോഴാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ടേസ്റ്റി ആയി മാറുന്നത് കേട്ടോ. നമ്മളൊരു 8 മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ ഇത് തൈര് പോലെ നല്ല ടൈറ്റ് ആയിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കാനായിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഒപ്പം നമുക്ക് ഒരു വലിയ ഉള്ളിൻ്റെ ഹാഫ് പോർഷൻ എടുത്ത് അതും രണ്ടും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടുള്ള കണക്കാണിത്. ഇനിയിപ്പോൾ നമ്മൾ 2-3 പീസൊക്കെ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളുത്തുള്ളിയും വലിയുള്ളിയൊക്കെ മതിയാവും കേട്ടോ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ. ഇഷ്ടവും അതിലേറെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം, ആരോഗ്യത്തിന് വലിയ ഇടില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാക്കാം? എടുത്ത് എണ്ണ ഒന്നും വീണ്ടും വീണ്ടും ചൂടാക്കൂല. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴാണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പല ഹോട്ടലിലും അല്ലെങ്കിൽ പല റെസ്റ്റോറൻറ്റിലും കഴിക്കുമ്പോൾ ഒരേ ടേസ്റ്റ് കിട്ടില്ലല്ലേ. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയിൽ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി കണ്ടല്ലോ. നമ്മുടെ ബട്ടർ മിൽക്ക് നല്ല രീതിയിൽ തന്നെ കുറുകി തൈര് പോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ട് 2 ടീസ്പൂൺ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ വള്ളിയുടെയും പേസ്റ്റ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾ അരച്ച് വെക്കുന്നെങ്കിൽ ഓരോ ടീസ്പൂൺ വീതം 2 ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നവർക്ക് അത് ചേർക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഒപ്പം നമുക്ക് 2 ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ കേട്ടോ. അത് സ്കിപ്പ് ചെയ്യല്ലേ. ബേക്കിംഗ് സോഡ നുള്ളിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അത് കലക്കിയെടുക്കാം. അത് നമ്മൾ അത്യാവശ്യം 2 കിലോ ചിക്കനൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ 2 കപ്പ് പാൽ വേണ്ടി വരും കേട്ടോ. ഒരു പാക്കറ്റ് കൊണ്ടുവന്നാൽ തന്നെ അത്യാവശ്യം കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ഒരു ചിക്കൻ ഇതിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ നമുക്ക് കുറച്ച് സമയം വെച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ നാളെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് ഈവനിങ്ങിൽ ഇതുപോലൊരു സ്റ്റെപ്പ് ആദ്യം ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഉച്ചക്കൊക്കെ ആണെങ്കിൽ ഈ ചെറിയ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ റെസ്റ്റോറൻറ്റിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള ഇഞ്ചിയുടെയും ആ ഒരു വെളുത്തുള്ളിയുടെയും അതുപോലെ വലിയുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, സാധാരണ നമ്മളിതിൽ ചേർക്കുന്നത് അതിൻ്റെയൊക്കെ പൗഡറാണ്. അതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ അത് കിട്ടിയില്ല ഇതൊരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കുറച്ച് ഇതുപോലെ ഞാൻ അരച്ചെടുത്ത പോലെ മിക്സിയിൽ അരച്ച പോലെ വലിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് ആക്കി എടുത്താലും മതി. ചിക്കൻ കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് തന്നെ മുങ്ങി കിടക്കണം കേട്ടോ. എങ്കിൽ അതിലുള്ള എരിവും പുളിയൊക്കെ കയറി മസാലയ്ക്ക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ചുരുങ്ങിയത് ഒരു 5-6 മണിക്കൂർ നമ്മൾ വെക്കണം. നിങ്ങൾക്ക് ഈവനിങ്ങിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ആ ഒരു തണുപ്പിൽ അതോടുകൂടി നമ്മൾ പുറത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചുരുങ്ങിയത് 5 മണിക്കൂറാണ്. സമയം ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇതുപോലെ ഒരു മാവൊക്കെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് മൈദാമാവും, ഒരു കോഴിമുട്ട, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർക്കുകയാണ്. ഇനിയിപ്പോൾ കോൺഫ്ലവറിൻ്റെ പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഒപ്പം തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കാം. ഒരുപാട് ലൂസായി പോകരുത്. നമ്മുടെ ചിക്കൻ അതിലിങ്ങനെ മുക്കിയാൽ ചിക്കൻ നന്നായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ? ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഒരിക്കലും നമുക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ട് ഹോട്ടലിൽ പോയിട്ട് അത് വാങ്ങി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ അതിലേറെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടുമാരാണ് ശ്രദ്ധിക്കേണ്ടതില്ലേ. നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആഴ്ചയിൽ ഒരു തവണയ്ക്ക് ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചു വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ എല്ലാവരും റെഡിയാക്കി നോക്കാം. ഞാനിതാ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്കൊരു സ്റ്റെപ്പ് കൂടി ഇതിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു ബൗൾ വെച്ചിട്ട് അതിലോട്ട് വീണ്ടും 1 കപ്പ് മൈദാമാവ് ചേർക്കുകയാണ്. ഒപ്പം 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ നമ്മുടെ കയ്യിൽ ഏതാണുള്ള വെച്ചാൽ അത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മുളക് പൊടിയും മൈദാമാവും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ കുറച്ച് കളർ വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയം കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല എരിവ് ഒരുപാട് പേർക്ക് ഭയങ്കര എരിവുള്ള ഫ്രൈഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് 1 ടീസ്പൂൺ കൂടി എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോഴേ നമ്മൾ ആ കോട്ടിങ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചിക്കനിലോട്ട് പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. ഇത്രയേ ഉള്ളൂ മക്കളെ. അപ്പോൾ അതിന് വേണ്ടി ഞാനത് അവിടെ ഒരു ചീനച്ചട്ടി, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, അത്യാവശ്യം വലിയ ചട്ടിയാണ്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാനും. നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെ എടുക്കാം. പാം ഓയിലോ ഏതാണ് നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അതെടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ഇങ്ങനെ ചൂടായി തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഞാനിതാ ഫ്രിഡ്ജിൽ പോയിട്ട് നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം വെച്ചപ്പോഴേക്കും നന്നായിട്ട് ഒത്തിരി വെള്ളം ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലേ. ഇനി നമുക്ക് ഇതിന് ഓരോ പീസ് എടുക്കാം. നല്ല രീതിയിൽ തന്നെ മസാലയും കാര്യങ്ങളൊക്കെ ചിക്കനിലോട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ താഴെയുള്ള ഓരോന്നോരോന്ന് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ലിക്വിഡായിട്ടുള്ള മൈദാമാവിൽ നിന്ന് എടുത്തിട്ട് നേരെ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള പൊടിയിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്താൽ മതി. തട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ തട്ടിയെടുത്താൽ പോലെ കൈ വെച്ചിട്ടൊന്ന് പിടിച്ചിങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ പുറത്തിങ്ങനെ ചെറിയ ഇതളുകൾ പോലെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുള്ളൂ. ഇതുപോലെ ജസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിലിങ്ങനെ വെറ്റി പിടിച്ച് കിടന്നോളൂ. നന്നായിട്ടൊന്ന് 2-4 പ്രാവശ്യം അങ്ങനെ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ആ ഒരു ചിക്കൻ പീസിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും കേട്ടോ. നമുക്കൊന്ന് എടുത്ത് നോക്കാം. എണ്ണയിലേക്ക് ഇടുന്ന മുമ്പ് നന്നായിട്ട് തന്നെ തട്ടിയെടുക്കാൻ കണ്ടല്ലോ. നന്നായിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഒരു പുറത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഞാനിവിടെ 2 എണ്ണം ചട്ടിയിലോട്ടിട്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം 3 എണ്ണം വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഗസ്റ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ഇത് പുറത്ത് പോയിട്ട് വാങ്ങിക്കൊള്ളുന്ന ഒരുപാട് പൈസ കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സിമ്പിളായിട്ട് മക്കളെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒപ്പം തന്നെ ഇത് കഴിക്കാൻ ഫുഡ് കഴിക്കുന്ന ഒരു സമയമാകുന്ന ഒരു 15 മിനിറ്റ് മുന്നേ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിവിടെ 2 പീസ് എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതി. ഒരു 2-4 പ്രാവശ്യം അതിൻ്റെ മുകളിലിട്ട് ഈ ഒരു പൊടി ഫ്രൈ ആയിട്ടുള്ള ഈ പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നല്ല രീതിയിൽ അതിനെ ഒട്ടി പിടിച്ച് നിൽക്കും. അധികം എല്ലാ വീടുകളും മക്കൾക്ക് ബ്രോസ്റ്റ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്രൈഡ് ചിക്കനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ. ഡയറി നമുക്ക് വാങ്ങി കൊടുക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട്, വാങ്ങി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാലോ. പിന്നെ എന്തിനാ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് പൊരിച്ചെണ്ണി തന്നെ വീണ്ടും ഒരുക്കും. കാരണം അവർക്ക് അത് ചിലവായി പോകുള്ളൂ അല്ലേ, അല്ലെങ്കിൽ അവർ നഷ്ടത്തിലായി പോകും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഫുഡൊക്കെ മക്കൾക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിന് നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. പിന്നെ ചില കുട്ടികൾക്ക് ഭയങ്കര വാശിയാണ്, ഇതുപോലെയുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് വാങ്ങി കൊടുക്കാനും പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോഴൊക്കെ ഒരു 1 കിലോ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം കൂടുതൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടായതിനു ശേഷം 2 പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ഒരുപാട് തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ആദ്യം നമുക്കൊരു മീഡിയം, ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. കണ്ടല്ലോ ഇപ്പോൾ തന്നെ പുറംഭാഗം നല്ല ക്രിസ്പി, അതിലേറെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ല്, നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നതിനേക്കാൾ സ്മെല്ലുണ്ടെന്ന് തോന്നുന്നു. അത്ര രുചി തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു സൈഡ് ആകുമ്പോഴേക്കും എന്താ പുറംഭാഗം കണ്ടല്ലോ നല്ലോണം മുരിഞ്ഞ് നല്ല ചീലെടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി മക്കളെ. തലേ ദിവസം ഇതുപോലെ ചിക്കനൊക്കെ ഒന്ന് ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ തിരിച്ചൊന്ന് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ആവശ്യാനുസരണം ഇതുപോലെ പൊടി തട്ടി ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ 3 എടുക്കുന്നത്. ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ് കേട്ടോ. പിന്നെ മക്കളൊക്കെ വരുന്ന സമയത്ത് ചൂടോടെ കഴിക്കാവുന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ സ്കിന്നുള്ള ചിക്കൻ കിട്ടുക എന്നുണ്ടെങ്കിൽ സ്കിന്നുള്ള ചിക്കനോട് കൂടി റെഡിയാക്കുമ്പോൾ സൂപ്പർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. എനിക്കത് ഇവിടെ ഞങ്ങളവിടെ അങ്ങനെ സ്കിന്നോട് കൂടി ചിക്കൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അതാണ് ഞാൻ നോർമലായിട്ട് എടുത്തത്. അതുപോലെ തന്നെ ചിക്കൻ ഇത്ര വലിപ്പം വേണ്ട എന്നുള്ളവർക്ക് കഷ്ണം ഒന്ന് ചെറുതാക്കിയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടുമ്പോൾ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വലിപ്പത്തോട് കൂടിയാണല്ലേ. അപ്പോഴാണ് അത് കാണാനും ഭംഗിയായിരിക്കും. ഓരോരുത്തർക്ക് ഓരോ പീസ് കൊടുത്താൽ തന്നെ വയറും നിറയും മനസ്സ് നിറയും. അപ്പോൾ ഞാൻ ഈ 3 പീസാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ഇതുപോലെ കോട്ടിങ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് ഈ പൊടിയൊക്കെ ഇങ്ങനെ കുറേ അവിടെ പോയിട്ട് ഒരു ശരിയായി കിട്ടില്ല കേട്ടോ, നനഞ്ഞ പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴാണ് അത് ഫ്രൈ ചെയ്യുന്നത് ആ ഒരു സമയം കണക്കാക്കി മാത്രം നമ്മൾ ഇതുപോലെ മാവിൽ നിന്നും ചിക്കൻ എടുത്തിട്ട് പൊടി തട്ടി മാറ്റി വെക്കാം. പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം നമ്മളൊക്കെ മക്കളൊക്കെ ചില സമയങ്ങളിലും ഒക്കെ ഒന്ന് വാശി പിടിച്ച് കറിയാറുണ്ട്, റോസ്റ്റ് വേണമെന്നോ ഇതുപോലെ KFC ചിക്കൻ വേണമെന്നൊക്കെ പറഞ്ഞ് കറിയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ ആളുണ്ടാവില്ല. പലർക്കും പല സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് കുറച്ച് ചിക്കനൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതേ ഒരു പെർഫെക്ഷനും ടേസ്റ്റും ടെക്സ്ചറോട് കൂടി തന്നെ നമുക്കവർക്ക് ഇത് സെർവ് ചെയ്യാനും പറ്റും. കാരണം അത്രയും രുചിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നേക്കാൾ ചിലപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുന്ന സമയത്ത് അത്ര പോരാറ്. പക്ഷേ ഈ ഒരു ഇതിൽ നമ്മൾ റെഡിയാക്കുമ്പോൾ നല്ല കറക്റ്റ് ടേസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. അതായത് നമ്മുടെ ഉണ്ടല്ലോ ചിക്കൻ്റെ പുറമേയുള്ള ആ ഒരു ക്രിസ്പിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചിക്കനിലോട്ട് ഇങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരുക. അങ്ങനെ ആകുമ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ചിക്കനിലോട്ടൊന്നും പിടിച്ച് കിട്ടില്ല. പിന്നെ നമ്മൾ എണ്ണ അങ്ങനെ വേറെ ഒന്നുമല്ല, എല്ലാവർക്കും നമ്മൾ ഈ ഒരു മൈദാമാവിൻ്റെ പൊടി അതിലിങ്ങനെ കരിഞ്ഞ് ആ ഒരു ഇതുള്ളതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അതുപോലെ തന്നെ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എല്ലാം ആകുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഉരുളങ്കിഴങ്ങാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉരുളങ്കിഴങ്ങ് എടുത്തിട്ട് ഉപ്പുള്ള വെള്ളത്തിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ ക്ലോത്തിലിട്ടിട്ട് വെള്ളത്തിൽ സ്റ്റീനിലോട്ട് മാറ്റിയിട്ട് കോട്ടൺ ക്ലോത്തിലിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് ഈ ഒരു എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു എണ്ണയിൽ ആ ചിക്കൻ്റെ സ്മെല്ലും കിഴങ്ങിലോട്ട് കയറും. നല്ല രുചിയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തിങ്ങനെ ഓരോ കിഴങ്ങ് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേറെ ഒന്നുകൂടി ഫ്രൈ ആവണം എന്നുള്ളവർക്ക് ഒന്നുകൂടി ഫ്രൈ ആക്കി എടുക്കാം. ഉണ്ടല്ലോ അതേ നമ്മൾ വാങ്ങുന്ന അതേ ഒരു കളർ, ആ ഒരു കളറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സ്ട്രെയിനിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ഒരു കോട്ടൺ ടവൽ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രീസറിൽ എത്ര കാലം വരെയും ഇടറാക്കും. മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ ഞാനിവിടെ 5 പീസ് മാത്രമേ പൊരിച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ബാക്കി ചൂടോട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ ഇതിൻ്റെ ക്രിസ്മസ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ രുചിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ പറയില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. കണ്ട ഓരോ പീസും എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നത് അതേപോലെ തന്നെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ചിലവ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ യാതൊരു മടിയും കൂടാതെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു ഫ്രൈഡ്